റാന്നിയിൽ പോളിംഗ് കുറഞ്ഞതിൽ സ്ഥാനാർത്ഥികളെ വിമർശിച്ച് CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം. റാന്നിക്കാരല്ലാത്ത സ്ഥാനാർത്ഥികൾ അടക്കം 7 കാരണങ്ങളാണ് റോഷൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. സ്ഥാനാർത്ഥിയോടുള്ള താത്പര്യക്കുറവും പോളിംഗ് കുറയാൻ കാരണമായെന്നും CPIM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ റോഷൻ റോയ് മാത്യു വിമർശിക്കുന്നുണ്ട്. ഷിജോ കുര്യൻ വിവരങ്ങളുമായുണ്ട്. റാന്നിയിൽ പോളിംഗ് ശതമാനം കുറവായിരുന്നു. 68.9% എന്നതാണ് റാന്നിയിലെ പോളിംഗ് ശതമാനം. ഷിജോ കുര്യൻ വിവരങ്ങളുമായി. ഷിജോ, അങ്ങനെ 68.9 എന്നതിലേക്ക് കുറയാനുള്ള കാരണങ്ങൾ എന്ന രീതിയിലാണ് അദ്ദേഹം അക്കമിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ സ്ഥാനാർത്ഥിയോടുള്ള താത്പര്യക്കുറവ് എന്നുള്ളത് എടുത്തു പറയുന്നുണ്ട്. റാന്നിക്കാരല്ലാത്ത സ്ഥാനാർത്ഥി എന്ന രീതിയിലേക്ക് എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ, കണ്ടെത്തലുകൾ? അനുജ, പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചുകൊണ്ട് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം മുൻകാല തെരഞ്ഞെടുപ്പുകളിലും ജില്ലയെ സംബന്ധിച്ചുകൊണ്ട് പോളിംഗ് ശതമാനത്തിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ഒരു ജില്ല പത്തനംതിട്ട ജില്ലയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കായാലും ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തുന്ന ജില്ല പത്തനംതിട്ട ജില്ലയാണ്. അത് മാത്രവുമല്ല, ഈ ജില്ലയ്ക്കപ്പുറത്തേക്ക് സംസ്ഥാനത്താകെയുള്ള 140 നിയോജക മണ്ഡലങ്ങളിൽ ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയത് പത്തനംതിട്ട ജില്ലയിലെ റാന്നി നിയോജക മണ്ഡലത്തിലാണ്. അപ്പോൾ ഈ റാന്നി നിയോജക മണ്ഡലത്തിൽ ഈ പോളിംഗ് കുറയാനുള്ള കാരണമായിട്ട് CPIM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള റോഷൻ ഒരു വിമർശനാത്മകമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് റോഷൻ റോയ് മാത്യുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം 7 കാര്യങ്ങളാണ് ഈ പോളിംഗ് കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ചില കണ്ടെത്തലുകളായിട്ട് അദ്ദേഹം പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. സ്ഥാനാർത്ഥികളോടുള്ള താല്പര്യക്കുറവ്, റാന്നിക്കാരല്ലാത്ത സ്ഥാനാർത്ഥികൾ. മറ്റു ചില കാര്യങ്ങൾ പറയുന്നത് ബോധവൽക്കരണത്തിന്റെ കുറവ്, രാഷ്ട്രീയത്തിലുള്ള വിരക്തി, തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസക്കുറവ്, അങ്ങനെയുള്ള മറ്റു പല കാര്യങ്ങൾ കൂടിയുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ഥാനാർത്ഥികളോടുള്ള താല്പര്യക്കുറവ്, റാന്നിക്കാരല്ലാത്ത സ്ഥാനാർത്ഥികൾ. ഇതിനകത്ത് പ്രമോദ് നാരായണൻ LDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇത് 2ാം തവണയാണ് ജനവിധി തേടുന്നത്. അദ്ദേഹം പത്തനംതിട്ട ജില്ലക്കാരനല്ല. കഴിഞ്ഞ തവണ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വന്ന് പത്തനംതിട്ട റാന്നിയിൽ മത്സരിച്ച് ജയിക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായിട്ടും ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള സ്ഥാനാർത്ഥികൾ അവിടെ വരുമ്പോൾ CPM-നുള്ളിൽ തന്നെ ചില എതിർപ്പുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പ്രമോദ് നാരായണൻ വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നതിനെതിരെ ചില എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് പരസ്യമായിട്ട് ആരും പറഞ്ഞിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് ഈ പോളിംഗ് കൂടി കുറഞ്ഞൊരു പശ്ചാത്തലത്തിൽ ഇത്തരം വിമർശനങ്ങൾ കൂടി ഉന്നയിക്കുന്നത്. റാന്നി നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച LDF-ന്റെയും UDF-ന്റെയും സ്ഥാനാർത്ഥികൾ ആ മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള ആളുകളാണ്. ഇപ്പോൾ പഴകുളം മധുവട ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ CPIM-ന്റെ മാത്രം എന്ന രീതിയിലേക്കല്ല അദ്ദേഹം വിമർശിക്കുന്നത്. റാന്നിക്കാരല്ലാത്ത സ്ഥാനാർത്ഥികൾ എന്ന രീതിയിൽ പൊതുവായി പറഞ്ഞുകൊണ്ട് പോളിംഗ് ശതമാനം കുറയാനുള്ള കാരണം ഇതിനോടൊക്കെയുള്ള ഒരു താല്പര്യക്കുറവ് ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നത് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഏതാനും കാരണങ്ങൾ നിരത്തിക്കൊണ്ട് ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.